ദേശവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് നീക്കങ്ങൾ മാവോയിസ്റ്റുകൾ മുൻകൂട്ടി അറിയുന്നുവെന്ന സംശയം ബലപ്പെട്ടു. പോലീസിന്റെ ഫോൺ സംഭാഷണം ചോർത്തിയെന്ന് അവകാശപ്പെട്ട് മാവോവാദി മുഖപത്രം. ബ്ലേഡ് മാഫിയയുമായി പോലീസിന് ബന്ധം. ഫോൺ ചോർത്തിയെന്ന വാദം തെറ്റെന്ന് രമേശ് ചെന്നിത്തല. നിർണായക UDF യോഗം നാളെ. മദ്യനയത്തിൽ കാതലായ മാറ്റം വേണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം. മദ്യനയവും ബാർകോഴയും പ്രധാന ചർച്ചയാകും. ബാർകോഴ കേസിന്റെ പേരിൽ മുന്നണി തകരല്ലെന്ന് ആര്യാടൻ. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് കോടിയേരി. മാണിയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ലെന്ന് സുകുമാരൻ നായർ. കശ്മീരിലും ജാർഖണ്ഡിലും 4ാം ഘട്ട പോളിംഗ് പൂർത്തിയായി. ഭേദപ്പെട്ട പോളിംഗ്. ജനവിധി അനുകൂലമാകുമെന്ന് ഉമർ അബ്ദുള്ള. വോട്ടറുടെ ചെകിട്ടത്തടിച്ച BJP സ്ഥാനാർത്ഥി വിവാദത്തിൽ. ലഹരി വിരുദ്ധ ഭാരതത്തിന് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ലഹരി വേണ്ടെന്ന് വെക്കാൻ രാജ്യത്തെ യുവാക്കൾ ആർജവം കാട്ടണമെന്ന് മോദി. ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ സംസ്ഥാനങ്ങളിലെ പോലീസ് കർശന നടപടി സ്വീകരിക്കണം. ISL ഗോവ കൊൽക്കത്ത 1ാം പാദ സെമി ഫൈനൽ സമനിലയിൽ. ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉജ്ജ്വല ജയം. ലിവർപൂളിനെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. സംസ്ഥാന പോലീസ് കൊട്ടിഘോഷിച്ച് മാവോയിസ്റ്റുകൾക്കായി വലവീശുമ്പോൾ പോലീസ് നീക്കങ്ങൾ മാവോയിസ്റ്റുകൾ മുൻകൂട്ടി ചോർത്തിയെടുക്കുന്നതായി വ്യക്തമാക്കുന്ന വിവരം മാവോയിസ്റ്റുകൾ പുറത്തുവിട്ടു. ബ്ലേഡ് പണമിടപാടുകാരനും പോലീസുകാരനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിന്റെ ഉള്ളടക്കമാണ് മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീ പ്രസിദ്ധീകരിച്ചത്. ബ്ലേഡ് മാഫിയക്കെതിരെ ആക്ഷൻ നടത്തുമെന്നും മാവോയിസ്റ്റ് പ്രസിദ്ധീകരണം അവകാശപ്പെടുന്നു. അതേസമയം മാവോയിസ്റ്റുകളുടെ വാദം അടിസ്ഥാനരഹിതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കബനിദളത്തിന്റെ വാർത്താ ബുള്ളറ്റിനായ കാട്ടുതീയാണ് പോലീസുകാരന്റെ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത്. വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനും കുഞ്ഞോമലയിലെ ബ്ലേഡ് മാഫിയക്കാരനും തമ്മിലുള്ള സംഭാഷണമെന്ന് അവകാശപ്പെടുന്ന ടെലിഫോൺ വിശദാംശത്തിൽ കുബേര റെയ്ഡ് സംബന്ധിച്ച വിവരം പോലീസുകാർ ചോർത്തിക്കൊടുക്കുന്നതായി വ്യക്തമാക്കുന്നു. ബ്ലേഡ് മാഫിയക്കാരന്റെ വീട് റെയ്ഡ് ചെയ്യാൻ നിർദ്ദേശമുണ്ടെന്നും ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായും സംഭാഷണത്തിലുണ്ട്. ചില പേപ്പറുകൾ അവിടെ ഉണ്ടാകണമെന്നും പോലീസുകാരൻ ബ്ലേഡ് മാഫിയക്കാരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് നടത്തുന്ന കുബേര റെയ്ഡ് തട്ടിപ്പാണെന്ന് സ്ഥാപിക്കാനാണ് മാവോയിസ്റ്റുകൾ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത്. ഇതോടെ പോലീസ് നീക്കം മാവോയിസ്റ്റുകൾ മുൻകൂട്ടി അറിയുന്നതിന് ടെലിഫോണുകൾ ചോർത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കബനിദളത്തിലെ സാങ്കേതിക വിഭാഗമാണ് ഫോൺ ചോർത്തലിന് പിന്നിലെന്നാണ് സംശയം. അതേസമയം ഫോൺ ചോർത്തൽ വാദം അടിസ്ഥാനരഹിതമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പോലീസിന്റെ ഒരു ഫോണും ആരും ചോർത്തിയിട്ടില്ല. ജനങ്ങളെ സഹായിക്കാൻ മാവോയിസ്റ്റുകൾ വരുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കി ജനപിന്തുണ സ്വീകരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഏതായാലും അവരുടെ സഹായം ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമില്ല. ബ്ലേഡ് മാഫിയക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. റിപ്പോർട്ടർ ചാനലാണ് ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ അത് അന്ന് തന്നെ അത് റൂൾ ഔട്ട് ചെയ്ത കാര്യമാണ്. എന്നാൽ തങ്ങളുടെ അടുത്ത നീക്കം ബ്ലേഡ് മാഫിയക്കെതിരായിട്ടാണെന്ന് കാട്ടുതീയിലൂടെ മാവോയിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി. ബ്ലേഡ് മാഫിയക്കെതിരായ പരാതി പ്രാദേശിക മാവോയിസ്റ്റ് ദളത്തിന് കൈമാറണമെന്നും ആക്ഷനുകളിൽ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്നും മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്തു. റിപ്പോർട്ടർ, കോഴിക്കോട്. വിഷയത്തിൽ നമ്മോടൊപ്പം PA പൗരൻ, മുണ്ടൂർ രാവുണ്ണി, MI ഷാനവാസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് ടെലിഫോൺ ലൈനിലും സ്റ്റുഡിയോകളിലുമുള്ളത്. ആദ്യം മുണ്ടൂർ രാവുണ്ണി, എന്താണ് ഈ കാട്ടുതീയിലൂടെ ഉദ്ദേശിക്കുന്നത് മാവോയിസ്റ്റുകൾ? എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? ഒന്ന്, കുബേര എന്ന പേരിൽ നടക്കുന്ന ബ്ലേഡ് വിരുദ്ധ പ്രസ്ഥാനം അങ്ങേയറ്റത്തെ തട്ടിപ്പാണ്. അത് വേണ്ടത്ര ബലം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുണ്ടൂർ രാവുണ്ണി, എങ്ങനെയാണ് അത് ഉറപ്പിക്കുന്നത്? ഈ പറയുന്ന കടലാസ് കഷ്ണത്തിൽ, അതായത് കാട്ടുതീ എന്ന ഈ കടലാസ് കഷ്ണത്തിൽ ഓപ്പറേഷൻ കുബേര ഒരു ഹാസ്യ നാടകം എന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് എന്ത് വിശ്വാസ്യതയാണ് അതിനുള്ളത്? ഒന്നത് ഇന്നൊരു സ്തംഭനത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും അത് സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ഇൻവോൾവ്ഡാണ്. ബിനാമികളായി അവർ ഈ ബ്ലേഡ് പദ്ധതി വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായുമാണ്. ബ്ലേഡ് മാഫിയയെ തകർക്കാൻ രൂപം കൊണ്ട ഓപ്പറേഷൻ കുബേര സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. പോലീസുകാരും ബ്ലേഡുകാരും തമ്മിലുള്ള അവിഹിത ബന്ധം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന മാവോയിസ്റ്റുകൾ പുറത്തിറക്കുന്ന സ്ക്രിപ്റ്റിന്റെ ആധികാരികത എന്താണ്? അതെനിക്ക് അവരോട് തന്നെ ചോദിക്കണം. അതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസിൽ കൂടിയാണ് ഈ വാർത്ത മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, രമേശ് ചെന്നിത്തല പറയുന്ന മാതിരി ഇത് ചോർത്താൻ കഴിയില്ല
എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു തമാശ പറയുന്നതായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെ ചോർത്താൻ കഴിയാത്തതായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇന്നേ വരയ്ക്കും ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥാനം തെറിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഫോൺ ചോർത്തലിലൂടെയാണ്. അപ്പൊ അതൊരു ടെലിഫോൺ സംഭാഷണമാണ് കാട്ടുതീയിലൂടെ മാവോയിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. താങ്കൾ ലോക്സഭാംഗമായ വയനാട്ടിൽ ഈ ബ്ലേഡ് കമ്പനിക്കാരും പോലീസും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നും അവർ സംസാരിക്കുന്നത് മാവോയിസ്റ്റുകളുടെ ടെക്നിക്കൽ ടീമിന് ചോർത്താൻ കഴിയുമെന്നുമാണ് കാട്ടുതീയിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിയാണോ? ഈ കാട്ടുതീയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത നികേഷ്, ഇതൊരു പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ മാവോയിസ്റ്റുകൾ ഒന്നാമത്തെ കാര്യം, മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം വയനാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ധാരാളം കാര്യങ്ങൾ പ്രചരണത്തിലൂടെ വീണ്ടും അവരുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തന്ത്രം എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ ചോർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനായാസകരമായി ചോർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള സംഗതിയല്ല. അത് ചോർത്തി എന്ന് പറയുന്ന വാർത്തയ്ക്ക് യാതൊരു ആധികാരികതയും കൽപ്പിക്കുവാൻ ഞാൻ ഒരുക്കവുമല്ല. ഷമീർ ഷാനവാസ്, മൊബൈൽ ഫോൺ ചോർത്തുക എന്നുള്ളത് ഇന്നിപ്പോ റോക്കറ്റ് ടെക്നോളജി ഒന്നും അല്ലല്ലോ. സാധാരണഗതിയിൽ ഉള്ള ഇപ്പൊ ഉദാഹരണത്തിന് ഇക്കഴിഞ്ഞ ദിവസം തന്നെ മാവോയിസ്റ്റുകൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവരിൽ നിന്ന് പിടിച്ചെടുത്തത് AK-47 കേസുകളാണ്. അപ്പോൾ അത്യാധുനികമായ ആയുധങ്ങൾ മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. അവർക്ക് പോലീസിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ഉപകരണങ്ങൾ ഉണ്ടാകുമെന്ന് അനുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ ഈ AK-47 കേസുകൾ പിടിച്ചെടുത്ത നടപടിയിലൂടെ തന്നെ. അങ്ങനെയല്ലേ പോലീസ് സംശയിക്കേണ്ടത്? AK-47 ആയുധം അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിൽ നിന്നുള്ള മാവോയിസ്റ്റുകളല്ല, ഈ പറയുന്ന സംസ്ഥാനത്തിന് വെളിയിലുള്ള മാവോയിസ്റ്റുകളാണ് ഈ AK-47 വന്നിട്ടുള്ളത്. ഈ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള സംഗതിയും പിന്നെ ഇതിന്റെ അകത്ത് ഫോൺ കമ്പനികളുമായിട്ട് കൂടി ബന്ധപ്പെടാതെ ഇത് ചോർത്താൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ഫോൺ കമ്പനികളുടെ അംഗീകാരത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഫോൺ ചോർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതില്ലാതെ തങ്ങൾ ചോർത്തി എന്ന് പറയുന്നത് തങ്ങളുടെ ഇപ്പോൾ നികേഷ് ചോദിച്ചതുപോലെ തങ്ങൾക്ക് കൂടുതൽ അത്യന്താധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുതന്ത്രമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ദയവായി തുടരുക ഷമീർ ഷാനവാസ്. ശ്രീ PA പൗരൻ, ഇവിടെ ഇനിയിപ്പോൾ കാട്ടുതീയിൽ വന്ന ഈ സ്ക്രിപ്റ്റ് വിശ്വസിച്ചു എന്ന് തന്നെ ഇരിക്കുക. അതിൽ പറയുന്നത് എന്താണ്? ഫോൺ ശബ്ദം നാസറിക്ക വെള്ളമുണ്ട സ്റ്റേഷനിലെ ഡാഷ് 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 ആണ്. മറുപുറത്ത് നിന്ന് എന്താ സാർ പ്രത്യേകിച്ച് ശബ്ദം നാസറിക്ക മോളിൽ നിന്ന് നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്യാനുള്ള ഓർഡറുണ്ട്. മറുവശം എന്താ ഇത്? ഞാൻ മേലോട്ട് വിളിക്കാം. ശബ്ദം വേണ്ടിക്ക മേലെ എന്നുള്ള ഉത്തരവാണ്. ഇതിൽ ഈ മാവോയിസ്റ്റുകൾ സംരക്ഷിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? പേര് പറയാതെ ഒരു പോലീസുകാരനെ. എന്തിനാണ് മാവോയിസ്റ്റുകൾ ഒരു പോലീസുകാരനെ സംരക്ഷിക്കുന്നത്? അതിൽ കൂടെ തന്നെ ഇത് വെറും പൊള്ളത്തരമാണ് എന്ന് വ്യക്തമല്ലേ? ഇത് ആ പറയുന്ന സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ ചാനലിൽ കൂടിയാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. ഒരു കാര്യം യാഥാർത്ഥ്യമുണ്ട്, ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടിയിരിക്കുന്നു. കാരണം പോലീസിൽ തന്നെ ഒരു മൈനോറിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ അഴിമതികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നും ആ വിഭാഗം ചിലപ്പോൾ ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചോർത്തി കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ 2400 കോറികളെങ്കിലും അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നുള്ള കാര്യം നിയമസഭ സാമാജികർക്ക് അറിയാം, ഇവിടുത്തെ ഭരണകൂടത്തിന് അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം, ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അറിയാം. പക്ഷേ ഈ 2400 കോറികൾ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അനധികൃതമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ
പോലീസിന്റെ അനുമതിയും അംഗീകാരവും ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകണമെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായിട്ട് പോലീസുകാർക്ക് കൊടുക്കുന്നുണ്ടാവും. രാഹുൽ ആർ നായർ നമുക്ക് എക്സാമ്പിളാണ്. പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടായിരുന്ന അദ്ദേഹം 17 ലക്ഷം രൂപയാണ് കൈക്കൂലി വാങ്ങിയതായിട്ട് പറയുന്നത്. അത് ശരിയോ തെറ്റെന്നുള്ള കാര്യം മറ്റൊരു കാര്യം. അദ്ദേഹം പറയുന്നു ആർ ശ്രീലേഖ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു, മനോജ് എബ്രഹാം കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഈ അനധികൃതമായിട്ട് കോറി മാഫിയകളിൽ നിന്ന്, മണൽ മാഫിയകളിൽ നിന്ന്, അതേമാതിരി കുന്നിടിക്കുന്നവരിൽ നിന്നും, വയൽ നികത്തുന്നവരിൽ നിന്നും പോലീസ് സംവിധാനവും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അതേമാതിരി ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റും അതേമാതിരി തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ സംഖ്യ മുഴുവൻ അവർ ടാക്സി ഡ്രൈവർമാരെ ഉപയോഗിച്ച്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഉപയോഗിച്ച് അമിത പലിശയ്ക്ക് കടം കൊടുത്ത് ഈ സംഖ്യ മുഴുവൻ വെളുപ്പിക്കുന്ന ഒരു രീതി കേരളത്തിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും കോറികൾ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള പോലീസുകാർ വളരെ കാലമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കേരള ജനതയ്ക്ക് അറിയാം. കേരളത്തിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലുള്ള മനുഷ്യാവകാശ ഇതാണ് മാവോയിസ്റ്റുകളുടെ പ്രചാരണത്തിന്റെ രീതി. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ മാവോയിസ്റ്റുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന കാട്ടുതീയുടെ സ്ക്രിപ്റ്റ് അവസാനിക്കുന്നതും മേലോട്ട് തന്നെയാണ്. അതായത് ഒരു പോലീസുകാരൻ ബ്ലേഡ് കമ്പനിക്കാരനെ വിളിച്ചു പറയുന്നു, ഇതാ ഇങ്ങനെ മുകളിൽ നിന്നൊരു ഓർഡർ ഉണ്ട് എന്ന് പറയുന്നു. മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ മുകളിലോട്ട് വിളിക്കാം എന്ന് ആ ബ്ലേഡുകാരൻ പറയുന്നു. വേണ്ട, അവിടെ കുറച്ച് പേപ്പർ മാത്രം വെച്ചാൽ മതി, ഞങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാൻ മുകളിൽ നിന്ന് ഉത്തരവ് നൽകിയിരിക്കുന്നു എന്ന്. പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നതിന് കുറച്ച് പ്രശ്നം ഉണ്ടാവുള്ളൂ, പിന്നെ തീരുമെന്ന് പറയുന്നു. അപ്പോൾ മുകളിലുള്ള ആളെ തന്നെയാണ് മാവോയിസ്റ്റുകൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഈ സ്ക്രിപ്റ്റിൽ നിന്ന് വ്യക്തമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. മാത്രവുമല്ല, രമേശ് ചെന്നിത്തല 31 തീയതികളിൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഇതിനകം തന്നെ അദ്ദേഹം പോവുകയും വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ ഒരാളെ മാത്രമായി ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന തോന്നലുണ്ടോ ഇപ്പോൾ KPCCക്കും ഗവൺമെന്റിനും? അല്ല, എന്തായാലും ഒരു കാര്യം പറയാം. കേരളത്തിലെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റിയ ഒന്നാണ് ഓപ്പറേഷൻ കുബേര. ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം എടുത്ത ആ നടപടി വളരെ ശ്ലാഘിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ കുബേരയെക്കുറിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. ബ്ലേഡ് മാഫിയകളെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പ്രതിജ്ഞാബദ്ധമാണ്. അതിന് ഒരുപാട് വില അദ്ദേഹം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പോലും ആ ബ്ലേഡ് മാഫിയയുടെ പ്രവർത്തനവുമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതാണ്, കോൺഗ്രസുകാർ ഒരു കാരണവശാലും ഇതിനകത്ത് ബന്ധപ്പെടാൻ പാടില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കർശനമായ ഡയറക്ഷൻ കൊടുത്തു, ആരെങ്കിലും ഒരാൾ ഈ ബ്ലേഡ് മാഫിയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവരെ പാർട്ടി വെച്ചുകൊണ്ടിരിക്കില്ല, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പുറത്താക്കിയ ചരിത്രവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഉദ്ദേശശുദ്ധിയെ കേരളത്തിൽ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ശ്രീ MI ഷാനവാസ് സൂചിപ്പിച്ച പോലെ ഇവരുടെ കാട്ടുതീ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന ഈ വാർത്ത ബോധപൂർവമാണ്. ഞാൻ ഒരിക്കലും കേരളത്തിലെ പോലീസിലെ ഏതെങ്കിലും കോൺസ്റ്റബിളിനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ ഈ മാഫിയയുമായി ബന്ധമില്ലെന്ന് പറയാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ശ്രീ രാഹുൽ നായർ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പക്ഷേ ആ രാഹുൽ നായരെ പിടിക്കാനും അദ്ദേഹത്തെ അഴിമതിയുടെ നിയമത്തിന്റെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരാനും കേരളത്തിലെ ആഭ്യന്തരമന്ത്രി തയ്യാറായതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. അതുകൊണ്ട് ഒരു കോൺസ്റ്റബിളിന്റെ മുകളിൽ ആരെങ്കിലുമോ ഈ ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ സ്വാഭാവികമായ നടപടിയാണ്. അവരെയൊക്കെ കണ്ടുപിടിച്ച് രംഗത്ത് കൊണ്ടുവന്ന് അവരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം. മാത്രമല്ല, ഇവിടെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം 4 ജില്ലകളിലുണ്ടെന്ന് പരക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവര് ഒരിക്കലും ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. ജനപിന്തുണയില്ലാത്തൊരു മൂവ്മെന്റ് ആണ് എന്ന് ഞാൻ വളരെ സുവ്യക്തമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വയനാട്ടിലടക്കം പിന്തുണയില്ലാത്ത ഈ മൂവ്മെന്റിന് ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ്
എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. ശ്രീ എം ഐ ഷാനവാസ്, ഇതിനകം തന്നെ ആഭ്യന്തരമന്ത്രിയും പട്ടികവർഗ മന്ത്രിയും വയനാട്ടിലെത്തുകയും ഒട്ടേറെ വികസന പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് ഇതാണ്. 3ാമത്തെ ആഴ്ച ജില്ലാ കലക്ടർ ആദിവാസി കോളനികൾ സന്ദർശിക്കുന്നു. ട്രൈബൽ ഹെൽപ്പ് ലൈൻ രൂപീകരിച്ചിരിക്കുന്നു. ട്രൈബൽ വെൽഫെയർ മോണിറ്ററിംഗ് സെൽ രൂപീകരിച്ചിരിക്കുന്നു. 65 കോടി രൂപ തിരുനെല്ലി, പനമരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ പദ്ധതി വിഹിതമായി നൽകിയിരിക്കുന്നു. തൊണ്ടപാട് പഞ്ചായത്തിൽ 5 കോടി രൂപ നൽകിയിരിക്കുന്നു. ആശിക്കുന്ന ഭൂമി 350 പേർക്ക് നൽകി. ഇനി 1683 പേർക്ക് നൽകാൻ ഒരുങ്ങുന്നു എന്നതൊക്കെ പറയുന്നത് ഈ പറയുന്ന മാവോയിസ്റ്റുകളെ ഭയന്നിട്ടല്ലേ? മാവോയിസ്റ്റുകളെ ഭയന്നിട്ടല്ല, ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ആദിവാസികളോട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 350 പേർക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് കൂടെ ഡീൽ ചെയ്ത് അവർക്കും ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശീഘ്രഗതിയിൽ ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ ആദിവാസികൾക്കും ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്നതും ഈ മാവോയിസ്റ്റുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മാവോയിസ്റ്റുകൾ ഇപ്പോൾ കാണിക്കുന്നത്, ഇപ്പോൾ നികേഷ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇവരെ ഭയന്നിട്ടല്ലേ എന്ന്. ഞങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടുന്നത് എന്ന പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതൊക്കെ സൂപ്പർ ഫ്ലൂസ് ആണ്. അകത്തോട്ട് കയറി പ്രചരണം നടത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ജനങ്ങളൊക്കെ ഭയവിഹുലരാക്കുന്നതിന് വേണ്ടി ഭീഷണിയും അതുപോലെ അക്രമത്തിന്റെ ഭാഷയിലും സംസാരിക്കുന്ന മാവോയിസ്റ്റുകളെ വയനാട്ടിലെ ജനങ്ങളും പ്രത്യേകിച്ച് ആദിവാസികളും ഈ നിമിഷം വരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവിടെ ഇൻട്രോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളും തങ്ങൾ മുഖേനയാണ്, തങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ തങ്ങൾ ഉയർത്തിയത് കൊണ്ടാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദിവാസികളുടെ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ നേരിടാനാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. തുടരുക. ശ്രീ മുണ്ടൂർ രാവുണ്ണി, ദളത്തിന്റെ പ്രാദേശിക പ്രവർത്തകരോട് പരാതിപ്പെടണം എന്നാണ് ഇപ്പോൾ കാട്ടുതീ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വയനാട്ടിൽ ഇനി ബ്ലേഡുകാരും പോലീസും തമ്മിലുള്ള അവിഹിത ബന്ധമുണ്ട്. അതിൽ നിന്ന് മോചനം നേടാൻ ആളുകൾക്ക് മാവോയിസ്റ്റുകളെ സമീപിക്കണം എന്ന് കരുതുക. എന്ത് ചെയ്യണം? താങ്കൾ മാവോയിസ്റ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരോട് അനുഭാവം പുലർത്തുന്നവരാണല്ലോ. ഈ നിലയിൽ നാട്ടിൽ പ്രവർത്തനം നടത്താൻ കഴിയുന്ന സാഹചര്യം മാവോയിസ്റ്റുകൾക്ക് ഇന്നുണ്ടോ? പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ, ജനപിന്തുണയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇത്രയും കോലാഹലങ്ങൾക്കിടയിലും വെള്ളമുണ്ടയിൽ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും ചെന്നപ്പോൾ അവരെ തടഞ്ഞത് നാട്ടുകാരാണ്. ഇതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതല്ല വിഷയം, അങ്ങനെയല്ല പരിശോധിക്കേണ്ടത്. ഒന്ന്, ഈ ബ്ലേഡ് മാഫിയകളെ തുടച്ചു നിൽക്കാൻ കഴിയും, അങ്ങനെ ഒരു അവസ്ഥയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഷാനവാസും മറ്റുള്ളവരും പറയുമ്പോൾ രമേശ് ചെന്നിത്തലയും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ബ്ലേഡ് മാഫിയകൾക്ക് പ്രവർത്തിക്കാനുള്ള കടം വാങ്ങാനും കടം കൊടുത്തും മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. 68 വർഷക്കാലത്തെ, കുറഞ്ഞത് 65 വർഷത്തെ 11 പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഉള്ള സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ അതാണ്. ഇത് പരിഹരിക്കാൻ ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കവിഞ്ഞൊരു വികസനം ഇവിടുത്തെ UDF കൊണ്ടുവരാൻ ഇനി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് മാവോയിസ്റ്റുകൾ ഇപ്പോൾ നാട്ടിൽ നടത്തുന്നത് എന്നാണ് പറയുന്നത്? നമ്മളൊന്നും കാണുന്നില്ലല്ലോ. നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. നിങ്ങൾ 3 സംസ്ഥാനങ്ങൾ യോജിക്കുന്ന അല്ലെങ്കിൽ ചേരുന്ന ഒരു സ്ഥലത്ത് വന്ന് AK-47 ഉപയോഗിച്ച് കുറേ വെടിവെപ്പ് നടത്തി തിരികെ പോകുന്നവർ, അവർക്ക് നാട്ടിൽ എന്ത് പ്രവർത്തനമാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു രേഖയും ഇന്ന് ലഭ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ശ്രീ എം ഐ ഷാനവാസും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് ഈ ഭീകര സംഘടന പറയാൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇവര് വിടോ, ഇവിടുത്തെ സർക്കാരോ പോലീസോ വിടോ അങ്ങനെ പ്രവർത്തിക്കാൻ? ഇപ്പം ഞാൻ പോലും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്നെ കസ്റ്റഡിയിലെടുക്കില്ലേ എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കാവുന്നതാണ്. അപ്പോൾ അതല്ല പ്രശ്നം. ഇവിടുത്തെ വികസനത്തിനെ പറ്റി പറയുമ്പോൾ വികസനം പ്രത്യുൽപാദനപരമാക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ആദിവാസികൾക്ക് ലഭിക്കേണ്ട ആദിവാസികളുടെ ഭൂമി ഉറപ്പുവരുത്താൻ കഴിയുമോ? ഇവിടെ ഒരു സമരം തിരുവനന്തപുരത്ത്
മാസങ്ങളായി നടക്കുന്നു. അതിനെപ്പറ്റി ഒരു പരാമർശനം പോലും ഒരു മന്ത്രിക്കും അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ ഇന്നേവരേക്കും കഴിഞ്ഞിട്ടില്ല. ഇവരാണ് എന്ത് വികസനം കൊണ്ടുവരുന്നത്? ഈ കഴിഞ്ഞ 11 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയാത്ത വികസനം ഇനി ഇവിടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ടൂറിസ്റ്റ് വികസനമാണ് പ്രധാന അജണ്ട. അതിനു വേണ്ടിയുള്ള കളിയാണ്. അവിടെ ആദിവാസികളെ കുടിയൊഴിപ്പിക്കണം, ഇത്രയും ബഹളമുണ്ടാക്കി ഭീഷണി നിലനിർത്തിക്കൊണ്ട് അവരെ അവിടുന്ന് പുറത്താക്കണം. അതിനുള്ള എല്ലാ പദ്ധതികളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടരുക. ശ്രീ എം ഐ ഷാനവാസ്, വയനാട് നേരത്തെ നക്സലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരുകളുള്ള സ്ഥലമായിരുന്നു. അവിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മാവോയിസ്റ്റുകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ തുടർച്ചയായി ഇപ്പോൾ റിസോർട്ടുകൾക്കെതിരെയുള്ള ആക്രമണമായാലും വെടിവെപ്പായാലും ദൗത്യസേനയുമായുള്ള ഏറ്റുമുട്ടലായാലും എല്ലാം കേൾക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ട് പൂർണ്ണമായും സജ്ജമാണോ, സുരക്ഷിതമാണോ? വയനാട് സമ്പൂർണ്ണമായും വയനാട് സുരക്ഷിതമാണ്. ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു എൻകൗണ്ടർ നടന്നല്ലോ. 25 റൗണ്ട് പരസ്പരം വെടിവെച്ച ഒരു എൻകൗണ്ടർ 8 മാവോയിസ്റ്റുകള് AK-47 റൈഫിളുമായിട്ട് ദ്രുതകർമ്മ സേനയെ ആക്രമിച്ച് പരസ്പരം വെടിവെച്ച് ഒരു സംഭവം ഉണ്ടായി. ഈ 8 പേര് എവിടെ ഉള്ളവരാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അവര് പിന്നെ വയനാടുമായിട്ട് ബന്ധമുള്ളവരാരും അതിൻ്റെ അകത്തുണ്ട് എന്ന് അറിയത്തില്ല. പിന്നെ ഇതിന്റെ അകത്ത് എന്റെ സുഹൃത്ത് ശ്രീ രാവുണ്ണി പറഞ്ഞതുപോലെ അവിടുത്തെ ആദിവാസികൾ ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതിയുണ്ട്. ഭീതി. ഇന്ന് ഈ മാവോയിസ്റ്റുകൾ വന്ന് അവരുടെ ഭക്ഷണം എടുത്തുകൊണ്ട് പോവുക, അവരുടെ അരിയും സാധനങ്ങളും വാങ്ങുക, അവരുടെ ഈ അക്രമാസക്തമായിട്ടുള്ള മാർഗങ്ങള്, ഇതിൽ ഭയചകിതരാണ് അവിടുത്തെ ആദിവാസികൾ. അതുകൊണ്ട് തന്നെ പിന്നെ വയനാട് ആദിവാസി പോപ്പുലേഷൻ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് വയനാട് ഒരു കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. 3 സംസ്ഥാനങ്ങളുമായിട്ട് കേരളം, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന തിക് ഫോറസ്റ്റുകൾ അവിടെയുണ്ട്. ഈ വനങ്ങള് ഇവർക്ക് ഹൈഡിംഗ് പ്ലേസ് ആണ്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റ് ആയുധധാരികൾക്ക് വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വയനാട് വളരെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. പക്ഷെ അതിനെ നേരിടത്തക്ക രീതിയിലുള്ള സുസജ്ജമാണ് ഇന്ന് പോലീസും അവിടുത്തെ ജനങ്ങളും ആദിവാസികളും. ശ്രീ പി എ പൗരൻ, ഇവിടെ കുറേ വികസന കാര്യങ്ങൾ നേരത്തെ ഞാൻ വായിച്ചല്ലോ, രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രധാനമായും മാവോയിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നതായി താങ്കൾ കാട്ടുതീയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ തണ്ടർബോൾട്ടുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലോ സംശയിക്കുന്നുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തല ഒരു പുതിയ പദ്ധതികളൊന്നും ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ AK ആന്റണി 2001 ഒക്ടോബർ 16 ആദിവാസികളുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ചെയ്യേണ്ട 5 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഈ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും വയനാട്ടിൽ പോകുവാനും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട വരികയും ചെയ്യുന്ന ഒരാവശ്യവും നിലനിൽക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കിട്ടണം. അതോടൊപ്പം തന്നെ ആദിവാസി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. ഈ രൂപത്തിൽ 5 നിർദ്ദേശങ്ങൾ 2001 ഒക്ടോബർ 16 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണിയും അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ്. ആ കരാറുകൾ പ്രാവർത്തികമാക്കണമെന്ന് മാത്രമാണ് ഇന്നിപ്പോൾ നെൽപ്പ് സമരത്തിന്റെ വക്താക്കളായിട്ടുള്ള ആദിവാസികൾ ആവശ്യപ്പെടുന്നതും കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതും. അതിനുശേഷം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അട്ടപ്പാടിയിൽ ശ്രീ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സൂസിലോൺ കമ്പനിക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞതാണ് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത മാവോയിസ്റ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ട് വർഷങ്ങളോ പതിറ്റാണ്ടുകളോ ഒക്കെ ആയിരിക്കുന്നു. ഇതുവരെ അവർ കേരളത്തിൽ എത്തിച്ചേർന്നിരുന്നില്ല. സമീപകാലത്ത് കേരളത്തിൽ സജീവ സാന്നിധ്യം നിലനിർത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ റിസോർട്ടുകൾ, അതുപോലെ തന്നെ ഒരു കമ്പനിയിലേക്ക്
ഇപ്പോൾ പോലീസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇതിനെല്ലാം മാവോയിസ്റ്റുകൾക്ക് ശക്തിയുണ്ട് എന്ന നില വന്നിരിക്കുന്നത് ഈ UDF ഭരണകാലത്താണ്. അതായത് മാവോയിസ്റ്റുകളെ ശരിയാവണ്ണം ചെറുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മുണ്ടൂർ രാമുണ്ണി പറഞ്ഞു 11 പഞ്ചവത്സര പദ്ധതികൾ വന്നിട്ട് ഇവിടെ വികസനമായില്ലെന്നാണ് പറയുന്നത്. ഈ വികസനത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടൊരു പുതിയ വികസനം കൊണ്ടുവരാൻ പുറപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാ? വെള്ളത്തൂവൽ ശിവൻ എവിടെയാ? അതുപോലെ തന്നെ ഫിലിപ്പം പ്രസാദ് എവിടെയാ? മുണ്ടൂർ രാമുണ്ണി എവിടെയാ? അവരൊക്കെ ഏത് പാതയിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. നമ്പർ 1. നമ്പർ 2, ഇവിടെ 4 ജില്ലകൾ മാവോയിസ്റ്റ് സാന്നിധ്യം വളരെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നക്സലൈറ്റുകളെ കേരളത്തിൽ അമർച്ച ചെയ്ത ശ്രീ കെ കരുണാകരൻ ആണെങ്കിൽ യാതൊരു തർക്കവും വേണ്ട, ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഈ മാവോയിസ്റ്റുകളെ കർശനമായി നേരിട്ടിരിക്കും. ഷാനവാസ് സൂചിപ്പിച്ച പോലെ വീരപ്പൻ വരെ ഒളിച്ചിരുന്നത് ഈ 3 സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഈ ഘോര വനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായി മാവോയിസ്റ്റുകൾ വലിയ ധൈര്യശാലികളാണെന്ന് പറയുന്ന പോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരിന്ന് പരസ്യമായി രംഗത്ത് നടത്തുന്ന ആക്രമണങ്ങളല്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒളിയാക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് ധൈര്യമാണെങ്കിൽ കേരളത്തിലെ പോലീസിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റമല്ലേ അവർ കാണിക്കേണ്ടത്? അതല്ലോ വന്ന് ഒരു എൻകൗണ്ടർ നടത്തി അവർ പിരിഞ്ഞില്ലേ? പിരിഞ്ഞിട്ട് ഇവനെന്താ രംഗപ്രവേശം ചെയ്യാത്തത്? അപ്പോൾ ജനങ്ങളുടെ പിന്തുണയില്ലാതെ ആർക്കും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം മാവോയിസ്റ്റുകൾ ഇന്ന് ആഗ്രഹിക്കുന്നത് വയനാട് ആദിവാസികളെ കൊണ്ട് നിബിഡമാണ്. ആ ആദിവാസികളുടെ പിന്തുണ നേടിയല്ലാതെ അവർക്ക് അവിടെ രംഗപ്രവേശം ചെയ്യാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് ഈ പ്രദേശങ്ങളിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീ രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും അത് വെച്ചുറപ്പിക്കില്ല. ശ്രീ കരുണാകരൻ നക്സലൈറ്റുകളെ അമർച്ച ചെയ്ത പോലെ ഈ മൂവ്മെന്റിനെ ശ്രീ രമേശ് ചെന്നിത്തല അമർച്ച ചെയ്തിരിക്കും. യാതൊരു തർക്കവും ആർക്കും വേണ്ട. ശ്രീ മുണ്ടൂർ രാമുണ്ണി, നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരിക്കൽ താങ്കൾ അടക്കം ഒട്ടനവധി പേർ ഇത്തരത്തിൽ സായുധ സമരവുമായി മുന്നോട്ട് പോവുകയും പരാജയപ്പെടുകയും ചെയ്തതാണ്. ഒരിക്കൽ കൂടി അതിന് തയ്യാറാവുകയാണെങ്കിൽ നെഞ്ച് നെറ്റാകാനേ അത് ഉപകരിക്കൂ എന്ന വെല്ലുവിളിയാണ് രാജ്മോഹനിൽ നിന്നുണ്ടാകുന്നത്. ഞാൻ പറയാം, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലുള്ള വെല്ലുവിളിയും പ്രസംഗവും മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ തുടങ്ങിയിട്ട് 160-ലേറെ വർഷമായി. പക്ഷെ അങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർക്സിൻ്റെ കാലം തൊട്ട് ആ അടിച്ചമർത്തലും ഉന്മൂലനം നടന്നതാണ്. പക്ഷെ അത് പിന്നീട് വളരുകയാണ് ചെയ്തത്. അതിൻ്റെ തന്നെ പോരായ്മ പരിഹരിച്ചത് മുന്നേറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പം നക്സലൈറ്റും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും മാവോയിസ്റ്റുകളും എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ രാവുണ്ണി ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റീഫൻ എന്തായി, ഫിലിപ്പം പ്രസാദ് എന്തായി എന്നുള്ള ആ പ്രസംഗമല്ല നമുക്കിവിടെ അതല്ല വേണ്ടത്. ഇന്ന് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാവോയിസ്റ്റുകൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. ജനങ്ങൾ മടുത്തിരിക്കുക ഈ വ്യവസ്ഥിതിയെ. ആ വ്യവസ്ഥിതിയെ മാറ്റി തീർക്കാനുള്ള പദ്ധതിയുമായി സാമ്പത്തിക രാഷ്ട്രീയ പദ്ധതിയാണ്. അതിനെ ആ രീതിയിൽ നേരിടാൻ ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. ശ്രീ രാമുണ്ണി, അവിടെ തന്നെയാണ് ശ്രീ രാജ്മോഹന്റെ ഉത്തരവും. ശ്രീ രാജ്മോഹനോ അല്ലെങ്കിൽ ശ്രീ എം എ ഷാനവാസോ പറയുന്നത് ഒരുപക്ഷെ ആദിവാസി മേഖലകളിൽ സർക്കാർ സഹായം എത്താത്തിടങ്ങളിൽ മാവോയിസ്റ്റുകൾ വിജയിച്ചിട്ടുണ്ടാവും, അവരിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കേരളത്തിൽ ഈ മാവോയിസ്റ്റുകൾ പ്രത്യേകിച്ച് വയനാട് പോലുള്ള ആദിവാസി കേന്ദ്രങ്ങളിൽ നിരവധി വർഷങ്ങളായല്ലോ പ്രവർത്തനം നടത്താൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. ഒരു ആദിവാസിയെ പോലും മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായി കിട്ടാത്തത് ഇവിടെ അങ്ങനെ മാവോയിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു ഭീതിയുടെയും ആശങ്കയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ആദിവാസി വിരുദ്ധ സമീപനങ്ങളുടെയും ഒക്കെ പ്രചാരണത്തിന് വഴക്കൂറുള്ള മണ്ണല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തത്? ആദിവാസികളെ കിട്ടാനില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒന്ന്, അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, വസ്ത്രം നൽകുന്നുണ്ട്, സാമ്പത്തികമായി അവരെ സഹായിക്കുന്നുണ്ട്, അവരുമായി അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ അതിലല്ല മാവോയിസ്റ്റുകളെ മുഴുവൻ നിങ്ങൾ തുടച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ?
65-66 വർഷക്കാലമായി പരിഹരിക്കാത്ത ഏത് പ്രസ്ഥാനത്തിന് എനിക്ക് കഴിയുക? എന്ത് പദ്ധതിയാണ് മുന്നോട്ടുള്ള വെച്ചിട്ടുള്ളത്? ഇല്ല എന്നുള്ളതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം രാഷ്ട്രാന്തര കുത്തകൾ വെച്ച് നിൽക്കുന്ന പദ്ധതികൾ അവരുടെ സഹായം വാങ്ങിക്കൊണ്ട് ഇവിടെ ഒരു കലുങ്ക് പണിയാൻ പോലും പണമില്ല. 11 പഞ്ചവത്സര പദ്ധതികൾക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ തൽക്കാലം പോകേണ്ടതില്ല. ശ്രീ എം ഐ ഷാനവാസ്, ഇപ്പോൾ ശ്രീ മുണ്ടൂർ റാവുണ്ട് പറയുന്നത് കേട്ടല്ലോ. അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട വിഷയമാണ്. ഭക്ഷണം നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ആദിവാസികൾ മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്തുന്നു എന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല. ആദിവാസി മേഖലകളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. എല്ലാം സമ്പൂർണമായിട്ട് ആദിവാസികൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നത് ഇവരുമായി ആദിവാസികളുമായി ചർച്ച നടത്താൻ കഴിയുന്നു. അവർ താഴേക്ക് ഇറങ്ങി വന്ന് ആദിവാസികളോട് ഭക്ഷണം ചോദിക്കുന്നു, അവർ നൽകുന്നു. ആദിവാസികൾ തന്നെ ഈ മാവോയിസ്റ്റുകൾക്ക് സംരക്ഷണം നൽകുന്നു എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം എന്നാണ് ശ്രീ രാവുണ്ട് വിശദീകരിക്കുന്നത്. മിസ്റ്റർ രാവുണ്ട് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. ആദിവാസികൾക്ക് മാവോയിസ്റ്റുകളോട് യാതൊരു കൂറുമില്ല. ഈ പറയുന്ന ആദിവാസികൾക്ക് മാവോയിസ്റ്റുകളോടൊന്നല്ല, തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് യാതൊരു കൂറും ആദിവാസി സമൂഹം അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ ഭീഷണി കൊണ്ടും ജീവനിൽ ഭയമുള്ളത് കൊണ്ടും ചിലര് അവിടെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അനുകൂലമായ ഒരു സ്ഥിരം നിലപാട് ആദിവാസികൾ എടുക്കും എന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ആദിവാസികൾ ആഗ്രഹിക്കുന്നത് എന്നത് തർക്കമറ്റ സംഗതിയാണ്. ഇതിനകം തന്നെ ശ്രീ മുണ്ടൂർ റാവുണ്ണി, ആദിവാസികൾ തന്നെ ടെലിവിഷൻ ബൈറ്റ് പോലുമുണ്ട്. അവർ മാവോയിസ്റ്റുകൾ വന്നു എന്നും ഞങ്ങളോട് അരി ചോദിച്ചു എന്നും അരി എടുത്തുകൊണ്ട് പോയി എന്നുമൊക്കെയുള്ളത് തോക്കിൻ കുഴലിൻ്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഈ ആദിവാസികൾ സ്വമനസാലെ നിങ്ങൾ കൊണ്ടുപോയി ഈ അരി വെച്ച് കഴിച്ചോളൂ എന്ന് പറയുന്ന രീതിയല്ല നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഒന്ന്, അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. സത്യത്തിൽ മാവോയിസ്റ്റുകളെയാണോ ഭയക്കുന്നത്, അതോ ഈ തണ്ടർ ബോൾട്ട് സേനാ അംഗങ്ങളെയാണോ അവിടെ ഭയക്കുന്നത്? മാവോയിസ്റ്റുകൾ പോകട്ടെ, തണ്ടർ ബോൾട്ട് ആരെയാണ് ഹൃദയംഗവുമായി അവിടുത്തെ ജനത സ്വീകരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾക്ക് അതിനൊരു പാരാമീറ്റർ വെച്ചിട്ട് ഇപ്പം അളക്കാൻ പറ്റില്ല. കാരണം അങ്ങേയറ്റത്തെ ഭീഷണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ അവരുടെ ചില നിലപാടുകളുണ്ട്, അതിനനുസരിച്ച് അവർ വാക്കുകൾ കൊടുത്തേക്കാം, മൊഴി കൊടുത്തേക്കാം. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ രാഷ്ട്രീയമായി, സാമ്പത്തികമായി, സാമൂഹ്യമായി മാവോയിസ്റ്റുകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സമീപനം സർക്കാരിനുണ്ടോ? അത് സംസ്ഥാനത്തിലായാലും കേന്ദ്ര അടിസ്ഥാനത്തിലായാലും അതാണ് വേണ്ടത്. സൈനികമായ പരിഹാരമല്ല ഇത്. അതൊരിക്കലും വിജയിക്കാമോ? ഒരു മാവോയിസ്റ്റുകളില്ലാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു എന്ന് വെക്കുക പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നില്ല. സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യം കൊള്ള ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമോ? അക്കമിട്ട് ഞാൻ പറയാൻ കഴിയും ഏതെല്ലാം വിധത്തിലാണ്. ഇന്ത്യയുടെ മൊത്തം കടം ഇന്ന് 20 ദശലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ അളവെന്താണെന്ന് എനിക്കറിയില്ല. അതെ, ആർക്കും അറിയില്ല. ഇവിടെ ശ്രീ രാജ്മോഹൻ ശ്രീ മുണ്ടൂർ റാവുണ്ട് പറയുന്നത് തണ്ടർ ബോൾട്ട് മറ്റൊരു സാൽവാജുതുമായി മാറുകയാണ് എന്നാണ്. അത്തരത്തിലൊരു പോലീസ് ഭീകരത പോലും ഈ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന ആക്ഷേപം പുതിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും വിലവർദ്ധനവ് നികേഷേ, മുണ്ടൂർ റാവുണ്ണി പറയുന്നത് കേട്ടാൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം അല്ലായിരുന്നെങ്കിൽ കാര്യം അദ്ദേഹം ഈ നാട് എത്രയും പെട്ടെന്ന് നന്നാക്കുമായിരുന്നു. കാര്യം അദ്ദേഹത്തിന്റെ ഈ ഭാവനയെല്ലാം കൂടെ അങ്ങോട്ട് ചിറക് വിടർത്തി അതൊക്കെ നിയമങ്ങളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മാവേലി നാട് വാണിരുന്ന പോലെ ആയി മാറുമെന്നായി പറഞ്ഞത്. അതാ ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. ഇപ്പൊ ഫിലിപ്പം പ്രസാദ് നാട്ടുകാരെ ഉപദേശിക്കുന്ന പണിയായിട്ടാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ശ്രീ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ അവരുമായി ബന്ധപ്പെടുന്നുണ്ട്, അവരിൽ നിന്ന് അരിയും വ്യക്തിപരമായ ആരോപണങ്ങളും പ്രശ്നം AK-47 ചെന്നിട്ടാണ് അവർ അരി ചോദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ജീവനിൽ കൊതിയുള്ളവരാസികൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരോടുള്ള പ്രേമം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ലാതെ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്താ മാധ്യമങ്ങളിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായ സൂചന എല്ലാവർക്കും ഉണ്ട്. അതെ,
സുഹൃത്ത് ഉണ്ണിത്താൻ ആദിവാസി ഊരുകൾ കണ്ടിട്ടൊന്നും അറിയില്ല. ഞാൻ 67 മുതൽ അട്ടപ്പാടിയിലും വയനാടും പ്രവർത്തിച്ച വ്യക്തിയാണ്. ആദിവാസി വളരെ നന്നായി അറിയുന്ന അട്ടപ്പാടിയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് നിങ്ങൾ അവിടെ തിരക്കി നോക്ക്. വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാ ഞാനും. ഞാൻ വയനാട്ടിൽ ശ്രീ കെ മുരളീധരൻ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ 4 തെരഞ്ഞെടുപ്പിൽ ഞാൻ വയനാട്ടിലുണ്ടായിരുന്നു. മാനന്തവാടിയിലുണ്ട്. അവിടെയുള്ള എല്ലാ ആദിവാസി ഊരുകളിലും ഞാൻ പോയിട്ടുണ്ട്. എന്നെ ആദിവാസികളെ കുറിച്ച് പഠിപ്പിക്കേണ്ട മുണ്ടൂർ രാമുണ്ണി. അട്ടപ്പാടിയിൽ ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് നിങ്ങൾ അവിടുത്തെ ആദിവാസികളോട് ചോദിക്കുക. വയനാട്ടിൽ, ബത്തേരിയിൽ, മാനന്തവാടിയിൽ, പുൽപ്പള്ളിയിൽ അവിടുത്തെ ആദിവാസി പോയിട്ടില്ല. അവിടെ അന്വേഷിക്കാദ്യം. അവിടുത്തെ ആദിവാസികൾ പറയട്ടെ. മുണ്ടൂർ രാമുണ്ണിയാണോ രാജ്മോഹൻ ഉണ്ണിത്താനാണോ ആദിവാസികൾക്ക് അറിയാവുന്ന അവിടെ പരിശോധിക്കാം. ശ്രീ പി എ പൗരൻ, ശ്രീ പി എ പൗരൻ, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മാവോയിസ്റ്റുകൾ ഈ കാട്ടുതീ അടിച്ചിറക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്. ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോവുകയാണ്. നേരത്തെ സായുധ സംഘം വന്ന് തണ്ടർ ബോൾട്ടിനെതിരെ വെടിയുതിർത്തപ്പോഴും ഞങ്ങൾ നിങ്ങളോട് ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മളൊരു പഴയ കാലമുണ്ട്. നക്സലൈറ്റുകൾ ആ സായുധ സംഘം ചെറുപ്പക്കാരുടെ ഒരു സായുധ സംഘം പോലീസുമായി ഏറ്റുമുട്ടിയത്, ജീവൻ ഒരുപാട് നഷ്ടപ്പെട്ടത്. അതിലേക്ക് കേരളം തിരിച്ചു പോകുകയാണോ? അതിനെ ബോധപൂർവം മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ടോ? ഇതിനെ വളരെ കൃത്യമായി തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രശ്നമായിട്ട് അവർക്കുള്ളത്. ആ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സൈഡിൽ കൂടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് മാവോയിസ്റ്റുകൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആദിവാസികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വിഭാഗമാണ് ആദിവാസികൾ. അവർക്ക് ഭക്ഷണമില്ല, താമസിക്കാൻ സൗകര്യമില്ല, ഭൂമിയില്ല, കുടിക്കാൻ വെള്ളമില്ല, കായികനികളില്ല, മൃഗസമ്പത്തില്ല. ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ആദിവാസികൾ മാറിയിരിക്കുന്നു. ഇവിടെ കോടിക്കണക്കിന് രൂപ ഇവരെ മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടിയിട്ട് സർക്കാർ ഭരണകൂടം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചെലവഴിക്കുന്ന പണത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് മുടക്കിയാൽ, അവരുടെ ഭൂമി അവർക്ക് തിരിച്ചു കൊടുത്താൽ, അവർക്ക് കൃഷി സൗകര്യം ഉണ്ടാക്കിയാൽ, വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ, കന്നുകാലികൾ വളർത്താൻ സൗകര്യം ഉണ്ടാക്കിയാൽ, വിറക് ശേഖരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ, അല്പം ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയാൽ ആദിവാസികളുടെയും ഉണ്ടാക്കാൻ സാധിക്കും. മുണ്ടൂർ രാമുണ്ണിയോ അല്ലെങ്കിൽ പി എ പൗരനോ പറയുന്നത് കൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല എന്ന് നമുക്ക് ആധികാരികമായി വിലയിരുത്താനാവില്ല. ഇവർക്ക് പ്രശ്നമുണ്ട്. നേരത്തെ ശ്രീ മുണ്ടൂർ രാമുണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. ഇന്നും നമ്മുടെ ആദിവാസികൾ, നമ്മുടെ പട്ടികവർഗ വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾ എല്ലാം തന്നെയും കൊടും ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഭരണാധികാരികളായിരുന്നു അത് നോക്കേണ്ടിയിരുന്നത്. അതിലുണ്ടായ വീഴ്ചയല്ലേ ഇന്നുണ്ടായിട്ട് വളരെ പരിമിതമായ നിലയിലായിരിക്കും അവരുടെ സാന്നിധ്യം. എങ്കിൽ പോലും ആ പരിമിതമായ സാന്നിധ്യം കൊണ്ടുവന്നത് നിങ്ങൾ ഭരണാധികാരികളും ജനപ്രതിനിധികളും തന്നെയല്ലേ? ചുരുക്കി ആദിവാസി മേഖലകളിൽ കൂടുതൽ വികസനവും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ ഈ മേഖലകളിൽ ആദിവാസികൾക്കുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, അവിടെ ഉണ്ടായിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അവർക്കുള്ള സാമ്പത്തിക സൗകര്യങ്ങളുടെ വളർച്ച, ഇതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. ധാരാളം കാര്യങ്ങൾ ആദിവാസികൾക്ക് വലിയ വളർച്ചയും ഉയർച്ചയും അവിടെ ഉണ്ടായിട്ടുണ്ട്. പോരാ എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. അതിനു വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ചെയ്ത കാര്യങ്ങളും വളർച്ചയിലുണ്ടായ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ആദിവാസികൾക്ക് വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെയൊക്കെ ഇടിച്ച് താഴ്ത്തി കാണിച്ചുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റ്, സർക്കാർ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നതാണ് ശ്രീ എം ഐ ഷാനവാസ് താങ്കളുടെ നിലപാട്. ചുരുക്കുന്നു ചർച്ച. പി എ പൗരൻ,
മുണ്ടൂർ റാവുണ്ണി, എം ഐ ഷാനവാസ് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ.